വിദഗ്ധർക്ക് എത്താൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന്റെ 10ാം ദിവസമായി നാളെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കാനിരിക്കുന്നത്. അർജുനെ പുഴയിൽ നിന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സൈന്യം. ഇന്ന് നമ്മളോട് സംസാരിച്ച നേരത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ ആ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരുപക്ഷെ നാളെ തന്നെ ഓപ്പറേഷൻ പൂർണ്ണമാക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നു. നാളെ കൃത്യമായി സ്പോട്ട് കണ്ടെത്തുക, അവിടേക്ക് എത്താൻ കഴിയുക എന്നതാണ് നിർണായകം. പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ കൃത്യമല്ല എങ്കിൽ ഈ ദൗത്യം ഇനിയും നീളും എന്ന ആശങ്കപ്പെടുത്തുന്ന കാര്യം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് കര നാവികസേനാ അംഗങ്ങൾ, അധികൃതർ എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വിവരം പുറത്തുവിട്ടത്, ലോറി കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തുവിട്ടത്. അത് കേന്ദ്രീകരിച്ചുള്ള ഓപ്പറേഷനാണ് നാളെ നടക്കാൻ പോകുന്നത്. 10ാം ദിനം ഏറെ നിർണായകമാണ്. നാളെ പക്ഷേ സംഭവ സ്ഥലത്തേക്ക്, ഈ തെരച്ചിൽ നടക്കുന്ന ഇടത്തേക്ക് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആരെയും കടത്തിവിടില്ല. ഇന്ന് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരെയും അർജുന്റെ സഹോദരി, ഭർത്താവ് ഉൾപ്പെടെയുള്ള അവിടെയുള്ള അടുത്ത ബന്ധുക്കളെയും ആളുകളെയും ഒക്കെ ആ സംഭവ സ്ഥലത്തേക്ക് കയറ്റിവിട്ടിരുന്നു. അവർക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും കനത്ത കാറ്റും മഴയും ഒക്കെ വലിയ തടസ്സങ്ങൾ ആ രക്ഷാപ്രവർത്തനത്തിന് സൃഷ്ടിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതുമാണ്. നാളെ മാധ്യമപ്രവർത്തകരോട് കൂടുതൽ സഹകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സ്ഥലം MLA കൂടിയായ സതീഷ് സെയിൽ. മാധ്യമങ്ങൾ അവരവർക്ക് പറഞ്ഞിട്ടുള്ള ഇടങ്ങളിൽ വിശ്രമിക്കുക, അവിടെ തുടരുക, അവിടേക്ക് വിവരങ്ങൾ 2 മണിക്കൂർ ഇടവേളയിൽ എത്തിക്കാം എന്ന ഉറപ്പാണ് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അത്രയും നിർണായകമായ ഓപ്പറേഷനാണ് അവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ വികാരം ഉൾക്കൊണ്ട് കേരളത്തിനൊപ്പം നിന്ന MLA ആണ് സതീഷ് സെയിൽ. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇന്ന് സംഭവ സ്ഥലത്ത് ഇന്നത്തെ ഓപ്പറേഷൻ നടക്കുമ്പോഴൊക്കെയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ടാണ് നാളത്തെ നിർണായക ഓപ്പറേഷന്റെ വിവരങ്ങൾ പുറത്തുവിടുകയും ലോറി കണ്ടെത്തിയ വിവരം സ്ഥിരീകരിക്കുകയും നാളത്തെ തെരച്ചിലിന്റെ വിവരങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. മാധ്യമങ്ങൾക്ക് നാളെ പ്രവേശനം ഉണ്ടാകില്ല എന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു.